കേരള സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ കോഴിക്കോട് എംപിയും ആലപ്പുഴ എംപിയും ഒക്കെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ബന്ധുക്കൾ കാണുന്ന കാഴ്ച മറ്റൊന്നാണ് അവരവിടെ എത്തുമ്പോൾ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ഒരു തെരച്ചിലിന് ഈ ഒരു മന്ദഗതി, ഇപ്പൊ 16-ാം തീയതി നടന്ന അപകടമാണ്, ഇന്ന് 19 ശ്രീധരൻ. ഈ കാലാവസ്ഥയാണോ ഒരു പ്രതികൂലമായി നിൽക്കുന്നത് ഈ രക്ഷാദൗത്യത്തിന്? തീർച്ചയായിട്ടും കാലാവസ്ഥ തന്നെയാണ് ഈ തിരച്ചിലിന് പ്രതികൂലമായി നിൽക്കുന്നതെന്നാണ് കർണാടക അതോറിറ്റീസ് അറിയിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കനത്ത മഴയാണ് ഈ പ്രദേശത്തൊക്കെ പെയ്യുന്നത്. ഇന്ന് രാവിലെ ഇപ്പോൾ അവിടെ നിന്ന് സ്ഥലത്ത് തന്നെയുള്ള ജിതിൻ പറയുന്നതനുസരിച്ച് ഇപ്പോഴും അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മണ്ണിടിഞ്ഞ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യതകളൊക്കെ അവിടെ നിലനിൽക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ കരുതലോട് കൂടിയാണ് ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഏതായാലും അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. നിലവിൽ ഏതായാലും കാർവാർ SP അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും അവിടെ വൈകാതെ തന്നെ, അതായത് ഇന്നലെ ഈ ലോറി അധികൃതരിൽ നിന്നൊക്കെ ലഭിച്ച വിവരമനുസരിച്ച് എൻജിൻ അവിടെ ഓണായിരുന്നു എന്ന് ഒക്കെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അവിടെ വൈകാതെ തന്നെ അത് അർജുനെ കണ്ടെത്താനാകും എന്ന് തന്നെ വേണം നമുക്ക് ഒരു പ്രതീക്ഷിക്കാൻ. നിലവിൽ ഏതായാലും ഇന്ന് രാവിലെയാണ് അവിടെ നിന്ന് ചില ശരീരഭാഗങ്ങളൊക്കെ ലഭിച്ചത്. അത് ആരുടേതാണ് എന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏതായാലും ഇതുവരെ ഏതാണ്ട് 10 പേരുടെ മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ പലതും ആളുകളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതും ഇവിടെ പറയേണ്ട ഒരു കാര്യമാണ്. നിലവിലേതായാലും അവിടെ രക്ഷാപ്രവർത്തനം അങ്കോള ഭാഗത്ത് പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഇവരുടെ ബന്ധുക്കൾ നിൽക്കുന്നത് കുംട്ട ഭാഗത്താണ്. അവിടെ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് എന്നുള്ള ഒരു ആക്ഷേപം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ അവിടെ കാര്യമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നിലവിൽ ഏതായാലും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, അതുപോലെ തന്നെ KC വേണുഗോപാൽ MP-യുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിലെങ്കിലും അല്പമെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് വേഗം വയ്ക്കും എന്ന് തന്നെ വേണം നമുക്ക് സമാശ്വസിക്കാൻ. നിലവിലേതായാലും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. SP കാർവാർ നേരത്തെ ഇന്ന് രാവിലെ തന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ട്വീറ്റ് ചെയ്തിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ രക്ഷാപ്രവർത്തനം അങ്കോള ഭാഗത്ത് നടക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. ഈ സ്ഥലം കാർവാർ SP അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനത്തിലെ ദൃശ്യങ്ങളൊക്കെ ഇന്ന് രാവിലെ ഒരു മണിക്കൂർ മുൻപ് ട്വീറ്റ് ചെയ്ത് എക്സിൽ സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും അർജുനെ കണ്ടെത്തണം, അതാണ് നമ്മുടെ പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത്. അർജുനെ കണ്ടെത്തണം. ആ GPS സാങ്കേതിക സഹായം ആ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ കുടുംബം ചെയ്തിട്ടുണ്ട്. GPS ലൊക്കേഷൻ കണ്ടെത്തി, എത്ര ദിവസം ആ ഫോണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അർജുൻ്റെ ഫോൺ ഓണായ അവസാനം റിങ് ചെയ്ത സമയമൊക്കെ എടുത്ത് കർണാടക സൈബർ സെല്ലിന് കൈമാറാൻ കുടുംബത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അവർ ആ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്.